വിമാനങ്ങൾ ഒരു കാലത്ത് വളരെ കൗതുകവും അത്ഭുതവുമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും ഒരു തവണയെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വിമാനത്തിൽ കയറുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് ഇത്രയും വലിയ വിമാനം ഈ ആകാശത്തിലൂടെ പറന്നു പോകുന്നതെന്ന്? അതെ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഐ എം ബിപിൻ. വെൽക്കം ടു മൈ ചാനൽ BNPS. ആകാശത്തിലൂടെ വലിയ ചിറകുകൾ വിരിച്ച് പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഒരു വിമാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ വിങ്സ്. റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ വിമാനം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാകും. ഈ വിങ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് വിമാനം ഈസി ആയിട്ട് ഉയർത്തുവാനും അല്ലെങ്കിൽ ചെരിക്കുവാനും വളയ്ക്കുവാനും ഒക്കെ സാധിക്കുന്നത്. ഈ വിങ്സും അല്ലെങ്കിൽ ഇതിൻ്റെ ടൈൽസും ഒക്കെ നിർമ്മിച്ചിട്ടിരിക്കുന്നത് ഒരു സിംഗിൾ സോളിഡ് പീസ് കൊണ്ടല്ല, പലതരത്തിലുള്ള മൂവിങ് എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ചിറകുകളും അല്ലെങ്കിൽ അതിൻ്റെ വാലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വിങ്സും അല്ലെങ്കിൽ ഇതിൻ്റെ ടൈൽസും ഒക്കെ വളരെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. ഇതിൻ്റെയൊക്കെ ഷേപ്പ് എയർഫോയിൽ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഷേപ്പ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വളരെ പ്രത്യേകതയുണ്ട്. ഈ സിമ്പിൾ ഷേപ്പിൻ്റെ ഫിസിക്സ് മനസ്സിലാക്കിയാൽ തന്നെ എങ്ങനെയാണ് വിമാനം പറക്കുന്നതെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരു വിമാനം പറക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഫോഴ്സസും എന്തൊക്കെ സാഹചര്യങ്ങളുമാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിമാനം വർക്ക് ചെയ്യുന്നത്. ഫ്ലൂയിഡ് എന്താണ്? ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദ്രാവകങ്ങളുടെയും വാതകങ്ങളും കൂടി ചേർന്നതിനെയാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം മുഴുവനും പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് അടുക്കി വെച്ച ഒരു മണ്ഡലമാണ്. നമ്മൾ എങ്ങനെയാണോ ഒരു വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നീന്തുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫോഴ്സാണോ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്, അതുപോലെയാണ് ഒരു വിമാനം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സാണോ നമ്മൾ ആ ഒബ്ജക്റ്റിൽ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയ്റ്റിനേക്കാളും കൂടിയ ഒരു ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിമാനം മുകളിലേക്ക് പൊന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ വിമാനത്തിനേക്കാളും കൂടിയ ഒരു ലിഫ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ആ വിമാനം മുകളിലേക്ക് ഉയരുകയുള്ളൂ. അതുപോലെ തന്നെ വിമാനം മുമ്പിലേക്ക് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ മുമ്പിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിമാനത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഡ്രാഗ് ഉണ്ട്, ഒരു ഡ്രാഗ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബൈക്കിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് എയർ മോളിക്യൂൾസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അടിക്കുന്ന സമയത്ത് എയർ ഫ്ലോ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഡ്രാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രാഗിനെ മറികടന്ന് മുമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ത്രസ്റ്റ് ആവശ്യമാണ്. അതിനെയാണ് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 തരത്തിലുള്ള ഫോഴ്സുകളാണ് മെയിനായിട്ട് ഒരു വിമാനം പറക്കുന്നതിന് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വിമാനത്തിൻ്റെ വിങ്സ് എയർഫോയിൽ ഷേപ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വിമാനം റൺവേയിലൂടെ ഒരുപാട് നേരം ഓടിയതിനു ശേഷമാണ് മുകളിലേക്ക് പറന്നുയരുന്നത്. ഇങ്ങനെ വിമാനം റൺവേയിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എയർഫ്ലോ ഈ എയർഫോയിൽ ഷേപ്പിൽ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എയർ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഇതിൻ്റെ താഴ്ഭാഗത്തു കൂടിയും മുകൾ ഭാഗത്തു കൂടിയും തെന്നി മാറിപ്പോകും. എന്നാൽ എങ്ങനെയാണ് ഈ വിങ്സ് ഇത്രയും ഭാരമേറിയ വിമാനത്തെ മുകളിലേക്ക് ഉയർത്തി പറന്നുയരുന്നത്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പ്ലേസ്മെൻറ്റ് ഓഫ് ദിസ് വിങ്സ്. ഇത് സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കൂടുതലായിട്ടുള്ള എയർഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് ആംഗിൾ ഓഫ് അറ്റാക്ക്, അതായത് ആംഗിൾ ബിറ്റ്വീൻ കോഡ് ലൈൻ ആൻഡ് ദ എയർഫ്ലോ ഡയറക്ഷൻ കൂടിയതായി കാണാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്സിൻ്റെ മുൻഭാഗത്തുള്ള എയർഫ്ലോ സ്പീഡും പിൻഭാഗത്തുള്ള എയർഫ്ലോ സ്പീഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിങ്സിൻ്റെ അപ്പർ എയർഫ്ലോയ്ക്ക് താഴെയുള്ള ലോവർ എയർഫ്ലോയിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പർ എയർഫ്ലോയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടത് കൊണ്ട് തന്നെ അത് വളരെ സ്പീഡിൽ മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ എയർഫോയിൽ ഷേപ്പിൻ്റെ ഇരുവശങ്ങളിലുമുള്ള എയർ മോളിക്യൂളുടെ അകലത്തിലും വ്യത്യാസമുണ്ടാകും. ഈ മുകളിലുള്ള എയർ മോളിക്യൂളുടെ അകലം താഴെയുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. അതായത് വിങ്സിൻ്റെ താഴ്ഭാഗത്തുള്ള എയർ മോളിക്യൂളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇങ്ങനെ ഈ എണ്ണത്തിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. വിങ്സിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഹൈ പ്രഷറും മുകൾ ഭാഗത്ത് ഒരു ലോ പ്രഷറും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ലിഫ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ആ വിമാനത്തിൻ്റെ വിങ്സിനെയും വിമാനത്തെയും മുകളിലേക്ക് ഉയർത്താനും സഹായിക്കുന്നു.
ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാകാം, എന്തുകൊണ്ടാണ് ഈ എയർഫോയിൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ വിങ്സിൽ വന്ന് പതിക്കുന്ന എയർ മോളിക്യൂൾസ് അകന്നു പോകാതെ ഇതിൻ്റെ പ്രതലത്തിലൂടെ ചേർന്ന് പോകുന്നതെന്ന്. ഇതൊരു കൊവാണ്ട എഫക്റ്റ് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു റണ്ണിങ് ടാപ്പിൽ അല്ലെങ്കിൽ ടാപ്പ് തുറന്നു വെച്ച് അതിന് താഴെ ഒരു സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ സ്പൂണിൽ വന്ന് വീഴുന്ന വെള്ളം അതിൻ്റെ പ്രതലത്തോടെ ചേർന്ന് അല്ലെങ്കിൽ അത് അകന്നു പോകാതെ അതിൻ്റെ പ്രതലത്തോടെ ചേർന്ന് പോകുന്നത് കാണാൻ സാധിക്കും. വിമാനവും അല്ലെങ്കിൽ വിമാനത്തിൻ്റെ വിങ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം എഫിഷ്യൻസിയും മാക്സിമം സ്പീഡും മിനിമം ഡ്രാഗും കിട്ടുന്ന രീതിയിലാണ്. ഇതിൻ്റെ മുൻഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, മുൻഭാഗം കൂർത്ത് മാക്സിമം ഫ്രിക്ഷൻ കുറയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ലിഫ്റ്റ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിങ്സ് മോഡിഫൈ ചെയ്ത് സ്ലാറ്റും ഫ്ലാപ്പും എന്ന് പറഞ്ഞ 2 മൂവിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തത് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സാധാരണയായി വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ചെറിയ സ്പീഡിലും മാക്സിമം ലിഫ്റ്റ് ഫോഴ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിങ്സിൽ ഏലിയോൺസ് എന്നൊരു ഭാഗം കാണാം. ഇത് മുകളിലേക്കും താഴേക്കും ഉയർത്തുവാനും താഴ്ത്തുവാനും സാധിക്കും. ഇത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതിനനുസരിച്ച് ലിഫ്റ്റ് ഫോഴ്സും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വിമാനത്തിനെ നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ 3 ഡിഫറെൻറ്റ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. വിമാനത്തിൻ്റെ ചിറകിൻ്റെ 2 വശങ്ങളിലായിട്ട് എലിറോൺസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത് നമുക്ക് മുകളിലേക്ക് ഉയർത്തുവാനും താഴേക്ക് താത്തുവാനും സാധിക്കും. ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയും താത്തുകയും ചെയ്യുന്നതിനനുസരിച്ച് ലിഫ്റ്റ് ഫോഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിമാനത്തിൻ്റെ വാൽഭാഗത്ത് 2 മെയിൻ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇതിൻ്റെ വെർട്ടിക്കലായി നിൽക്കുന്ന എലമെൻറ്റ്സിനെ റഡർ എന്ന് വിളിക്കും. ഇത് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ വിമാനത്തിലെ ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഈ എലവേർട്ടേഴ്സ് നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വെർട്ടിക്കൽ ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഈ കൺട്രോൾസൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ലിഫ്റ്റ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മറികടന്ന് വിമാനത്തിന് മുകളിലേക്ക് ഉയർന്നു പറക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ എല്ലാ ടെക്നിക്കുകളും യൂസ് ചെയ്ത് ലിഫ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലാണെന്ന് ഉറപ്പുവരുത്തുന്നു. ആദ്യം റൺവേയിലൂടെയുള്ള സ്പീഡ് മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നു. ഇതിനായി വിമാനത്തിൻ്റെ ചിറകിന് താഴെയുള്ള എൻജിൻസാണ് യൂസ് ചെയ്യുന്നത്. വിമാനത്തിൻ്റെ സ്പീഡ് റിക്വയർഡ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൈലറ്റ് ആ വിമാനത്തിൻ്റെ വിങ്സിലുള്ള ഫ്ലാപ്സും സ്ലാറ്റ്സും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി വിമാനത്തിൻ്റെ ലിഫ്റ്റ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെയിൽ ഭാഗത്തുള്ള എലവേർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം അത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ വിമാനം ടിൽറ്റ് ചെയ്യുകയും എയർഫോയിലിലെ ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടുകയും വിമാനത്തിൻ്റെ ലിഫ്റ്റ് ഫോഴ്സ് വളരെ പെട്ടെന്ന് കൂടുകയും വിമാനം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. നമ്മൾ ഇതുവരെ വിമാനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറഞ്ഞിട്ടില്ല. സാധാരണയായി മോഡേൺ എയർപ്ലെയിൻസിൽ ടർബോ ഫാൻ എന്ന സ്പെഷ്യൽ ടൈപ്പ് എൻജിൻസാണ് യൂസ് ചെയ്യാറ്. ഇതിൽ ഫാൻസിൻ്റെ റിയാക്ഷനും എക്സോസ്റ്റ് റിയാക്ഷൻ ഫോഴ്സും ചേർന്ന് വിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ് ഫോഴ്സ് നൽകുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ലൈംബിംഗ് ഫേസ് ആണ്. ആ ക്ലൈംബിംഗ് ഫേസിൽ ഈ എൻജിനിൽ നിന്നുള്ള ത്രസ്റ്റ് അത് ഡ്രാഗിനേക്കാളും കൂടുതലായിരിക്കുന്നിടത്തോളം അത്രയും നേരം വിമാനത്തിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ലിഫ്റ്റിംഗ് ഫോഴ്സ് വിമാനത്തിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കുന്നിടത്തോളം നേരം ഈ വിമാനം മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. വിമാനം അതിൻ്റെ റിക്വയർഡ് ആൾട്ടിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നേരെ പോകാം. പക്ഷേ ഈ റൂട്ട് ചേഞ്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ അതിന് തിരിക്കേണ്ടി വരും. അങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ ഭാഗത്തുള്ള റഡർ എന്ന് പറഞ്ഞൊരു ഭാഗം ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിച്ചിട്ട് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റൂട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു ബൈക്കിലൊക്കെ വളരെ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് അതിൻ്റെ ഹാൻഡിൽ തിരിക്കുമ്പോൾ എന്തായിരിക്കും ഒരു ഫീൽ ചെയ്യുക. അതുപോലെയായിരിക്കും ഈ എയർക്രാഫ്റ്റിലുള്ള യാത്രക്കാർ പാസഞ്ചേഴ്സിനൊക്കെ ഒരു ഡിസ്കംഫോർട്ടായിരിക്കും. അതുകൊണ്ട് സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിൻ്റെ വിങ്സിൽ എലിറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള എലിറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മുകളിലേക്കും താഴേക്കും താത്താൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഒരു ഭാഗത്ത് മുകളിലേക്കും ഒരു ഭാഗം താഴേക്കും താത്തുന്ന സമയത്ത് ഈ ലിഫ്റ്റ് ഫോഴ്സിലുള്ള ഒരു ഇംബാലൻസ് വരും. ആ ലിഫ്റ്റ് ഫോഴ്സിലുള്ള വേരിയേഷൻസ് കൊണ്ട് ഫ്ലൈറ്റിൽ ചെറുതായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ടെയിൽ ഭാഗത്തുള്ള ഈ ഒരു റഡർ എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി തിരിച്ചിട്ട്
ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈസി ആയിട്ട് വളവുകളൊക്കെ തിരിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻസൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ലാൻഡ് ചെയ്യേണ്ട സമയത്ത് എൻജിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും അപ്പോൾ അതിൻ്റെ ലിഫ്റ്റ് ഫോഴ്സ് കുറഞ്ഞ് നേരെ എൻജിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ വിമാനത്തിൻ്റെ മുൻഭാഗം താഴേക്ക് താന്നിരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ താഴേക്ക് താന്ന് നേരെ താഴേക്ക് ചെല്ലും തോറും ഇതിൻ്റെ ഡ്രാഗ് ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിങ്സിലുള്ള സ്ലാറ്റും ഫ്ലാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 2 മൂവിങ് എലമെൻറ്റ്സ് അത് ഓപ്പൺ ചെയ്യുകയും ഈ വിങ്സിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്ത് ഡ്രാഗ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും. അങ്ങനെ നേരെ താഴെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രൗണ്ട് സ്പോയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പാർട്ടുണ്ട് അതിൻ്റെ വിങ്സിൽ. അത് ഓപ്പൺ ചെയ്ത് ഈ ലിഫ്റ്റ് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കും. അങ്ങനെ ലിഫ്റ്റ് ഫോഴ്സ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ, പക്ഷേ ഇത് ഭയങ്കര ത്രസ്റ്റിലാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൺവേ കൂടി നല്ല സ്പീഡിൽ പോകുമ്പോൾ അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൻജിൻ്റെ കവറിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നത് അതിന് റിവേഴ്സ് ത്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിവേഴ്സ് ത്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ എൻജിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന എയർ നേരെ മുമ്പിലേക്ക് തന്നെ പോയി എൻജിനൊരു ബ്രേക്ക് കൊടുക്കും. അങ്ങനെയാണ് വിമാനം റൺവേയിലേക്ക് കൂടി ഓടി വന്നിട്ട് പിന്നെ നിൽക്കുന്നത്. ഇപ്പം ഏതാണ്ട് ഒരു വിമാനം എങ്ങനെയാണ് പറക്കുന്നതെന്നോ അല്ലെങ്കിൽ അത് പറക്കാൻ വേണ്ടി എന്തെല്ലാം ഫോഴ്സസോ സാഹചര്യങ്ങളോ ആവശ്യമാണ് എന്നും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. Stay connected. See you soon.